പൂവച്ചൽ ബഡ്സ് സ്കൂളിൽ വൻ അഴിമതിയെന്ന ആരോപണം. സ്കൂൾ ടീച്ചർക്കും ബസ് കരാറുകാരനും പങ്കുണ്ടെന്നും ആരോപണത്തിൽ പറയുന്നു. ആരോപണങ്ങൾക്കിടെ ഒരാഴ്ചയായി അടച്ചിട്ടിരുന്ന സ്കൂൾ 2-ാം തീയതി തുറന്നപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ കുട്ടികളെ എത്തിച്ചിരുന്ന ബസ്സുമായി ഉടമ മുങ്ങി. ഇത് വ്യാഴാഴ്ച ഇവിടെ കുട്ടികളെ എത്തിക്കാൻ സാധിക്കാതിരിക്കാൻ കാരണമായി. അതേസമയം ആരോപണ വിധേയ ആയ അധ്യാപികയെ മാറ്റി നിർത്തി പുതിയ അധ്യാപികയെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചുവെങ്കിലും സ്കൂൾ പ്രവർത്തിപ്പിക്കാനും സാധിച്ചില്ല. കാട്ടാക്കട പുന്നാംകരിക്കകത്ത് 56 വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂളിലാണ് ഇവിടുത്തെ അധ്യാപികയും സ്കൂൾ ബസ് കരാറെടുത്ത ആളുമായി ചേർന്ന് വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തി സ്കൂൾ പ്രവർത്തനം അവതാളത്തിലാക്കിയത്. ഇവർ തമ്മിൽ അസ്വാരസ്യത്തിലായതോടെയാണ് തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തുവരാൻ തുടങ്ങിയത്. ബില്ലുകൾ മാറാൻ അധ്യാപിക പ്രിൻസിപ്പൽ എന്ന ലേബലിൽ സീലുണ്ടാക്കി ബില്ലുകൾ മാറിയെടുത്തതായും മറ്റും നേരത്തെ തന്നെ ആരോപണം ഉയരുകയും ഇതിന് അധ്യാപികയെ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ കുട്ടികളുടെ ഭക്ഷണം, പച്ചക്കറി, പാചകവാതകം ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിൽ അധിക കണക്കുണ്ടാക്കി തുക വെട്ടിക്കുകയും 10 കിലോമീറ്റർ ചുറ്റളവിൽ കുട്ടികളെ എത്തിക്കാൻ പോകുന്ന ബസ്സിന് ദിനവും 150-ലധികം കിലോമീറ്റർ ഓടിയതായി കാണിച്ച് അനുവദിച്ചിട്ടുള്ള ഏറ്റവും കുറഞ്ഞ തുകയായ 2500-ന് പകരം 3500-ഓളം രൂപ തട്ടിയെടുത്തതായും ആരോപണമുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ വാങ്ങുന്ന പലവ്യഞ്ജനം, മുട്ട, മത്സ്യം, മാംസം, തേങ്ങ, പുളി എന്നിവയൊക്കെ വാങ്ങിയ ശേഷം കിട്ടുന്ന അസൽ ബില്ലുകൾ മുക്കി പകരം ഇവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നിന്നും കൂടുതൽ തുക എഴുതി ഇൻവോയ്സ് ഉണ്ടാക്കിയാണ് പഞ്ചായത്തിൽ സമർപ്പിച്ച് വ്യാജ സീല് പതിച്ച് ബില്ല് മാറിയെടുത്തിട്ടുള്ളത്. ആഴ്ചയിൽ 200 രൂപയ്ക്ക് പച്ചക്കറി മതിയെന്നിരിക്കെ 3500-ഓളം രൂപയാണ് ഒരു മാസത്തെ പച്ചക്കറി വാങ്ങിയ കണക്ക്. 56 കുട്ടികൾ. പിന്നെ നമുക്ക് എത്ര കുട്ടികൾ ഇവിടെ സ്ഥിരമായിട്ട്? 18-20 വരും. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം 10-30 വരും. മുഴുവൻ കുട്ടികളും അങ്ങനെ എല്ലാവരും എത്താറില്ല. ഉണ്ട്, അങ്ങനെയാണ്. ഇല്ല, മാസത്തിലാണ് സപ്ലൈ സാധനം എടുക്കുന്നത്. പച്ചക്കറി ആഴ്ചയിൽ ഒരു 200 രൂപയുടെ കിറ്റാണ് ഇപ്പൊ വാങ്ങണം. ഇപ്പൊ തീരുന്നതിനനുസരിച്ചാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഞങ്ങൾ തന്നെയാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ കണക്ക് കാരണം ഞങ്ങൾ തന്നെയാണ് പോയി പർച്ചേസ് ചെയ്യുന്നത്. അത് ഒരു ചാക്ക് എടുക്കും. അത് എല്ലാ മാസവും ചിലപ്പോൾ എടുക്കില്ല, എടുക്കാത്ത മാസം ഉണ്ട്. അത്രേ ഉള്ളൂ. ഈ പിന്നെ പാചകം എങ്ങനെയാ? ഇവിടെ വിറകാണോ ഗ്യാസാണോ? ഗ്യാസാണ്. അത് എത്ര വേണ്ടി വരും നമുക്ക്? 2 മാസത്തേക്ക് ഒരു കുറ്റി ഗ്യാസ് മതി. ഇപ്പം മതി. അപ്പൊ ഇപ്പോഴും നേരത്തെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന കാര്യം എടുക്കും, പക്ഷേ നമുക്ക് ബില്ല് അവർ എത്രയാണെന്ന് അറിഞ്ഞു. 2 കുറ്റി എടുക്കും. അപ്പൊ ഇവിടെ ബഡ്സ് കമ്മിറ്റി കൂടിയായിരുന്നു. അപ്പോഴേ ഇപ്പൊ എല്ലാ സാധനങ്ങളും അവര് റേറ്റ് അനുസരിച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞായിരുന്നു. അതിനുശേഷം ടീച്ചറിന് എന്റെ കൂടെ ഒരു ചെറിയൊരു വിരോധം ഉണ്ടായിരുന്നു. 56 കുട്ടികളുണ്ടെങ്കിലും ശരാശരി 20ഓളം പേർ മാത്രമാണ് ക്ലാസ്സിൽ ഉണ്ടാകുക. എന്നാൽ 40ഓളം പേരുടെ കണക്ക് കാണിച്ചാണ് മുട്ട, പാൽ, പച്ചക്കറി എന്നിവയുടെയൊക്കെ കണക്കുണ്ടാക്കുന്നത്. ഇതൊക്കെ പഞ്ചായത്ത് അറിഞ്ഞിട്ടും ഇതിൽ കടുത്ത നടപടി സ്വീകരിക്കാത്തതിൽ ദുരൂഹത ഉണ്ടെന്നും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസും BJP ജനപ്രതിനിധികളും ബഡ്സ് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിലെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പരാതികൾ ഉന്നയിച്ചുവെങ്കിലും ടീച്ചറുടെ സ്വാധീനത്തിന് മുന്നിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. മുഖ്യമന്ത്രി വന്നപ്പോൾ VIP പട്ടികയിൽ പഞ്ചായത്തിൽ നിന്നും പോയ ഏക വനിത ആകുമ്പോൾ അവരുടെ സ്വാധീനത്തിന് മുന്നിൽ തങ്ങളുടെ പരാതി മുങ്ങിപ്പോകുന്നുവെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. BJPയുടെ മെമ്പർമാരെല്ലാവരും ചേർന്ന് അന്ന് തന്നെ രേഖാമൂലം പരാതി നൽകിയിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 43 കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ നൽകുന്നതെന്ന് പറഞ്ഞു. 43 കുട്ടികളുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് സ്ഥിരം നോക്കുന്ന സമയത്ത് 21 കുട്ടികളോ 22 കുട്ടികളേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ട് അവർ പറയുന്നത് ബാക്കി കുട്ടികൾ വീട്ടിലാണ്. ശരി, സമ്മതിക്കാം. പക്ഷേ ഈ 43 കുട്ടികൾക്കുള്ള ഭക്ഷണം എന്തിനാണ് വാങ്ങിക്കുന്നത്? അതിന് കണക്കുണ്ട്. ഈ പറയുന്നത് അരിയുടെ കാര്യത്തിൻ്റെ അല്ല, മുട്ടയുടെ ആയിരുന്നാലും ഇറച്ചിയുടെ ആയിരുന്നാലും എല്ലാത്തിനും കണക്കുണ്ട്. ആ കണക്ക് വെച്ചാണ് ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം മാറ്റിക്കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇത്രയും നടക്കുന്നത്. പരാതികളുമായിട്ട് മുമ്പോട്ട് പോകും. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടായത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും കമ്പിക്കടയിൽ ഇറച്ചിയുടെ ബില്ല് കൊടുക്കാൻ പറ്റുമോ? ഒറ്റ കാര്യം ഞാൻ ചോദിക്കുള്ളൂ. ഒരു കമ്പിക്കടയിൽ നിന്ന് ഇറച്ചിയുടെ ബില്ല് കൊടുക്കാൻ പറ്റുമോ? ഒരു മുറുക്കാൻ കടയിൽ ഒരു പാലിന്റെ ബില്ല് കൊടുക്കാമെന്ന് പറയാം. മുറുക്കാൻ കടയിൽ നിന്ന് കൊടുക്കുന്ന ബില്ലാണെങ്കിൽ വേറെ പലതുമാണ്. ബില്ല് പാസ്സായി പോയിട്ടുണ്ടോ? എല്ലാ ബില്ലുകളും പാസ്സായി പോയിട്ടുണ്ട്. അത് രേഖാസഹിതം പരാതിയും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ടീച്ചറെ മാറ്റി നിർത്തിക്കൊണ്ടൊരു അന്വേഷണമാണ് ഇവിടെ വേണ്ടത്, ഒരു സമഗ്രമായ അന്വേഷണം. കാരണം അന്ന് ഈ ടീച്ചറും ഈ പറയുന്ന ഡ്രൈവറും എല്ലാവരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീടാനോ ഒന്നും വന്നിട്ടില്ല. ഈ രഹസ്യങ്ങളെല്ലാം ഒതുങ്ങിപ്പോയി. ഇന്ന് അവർ രണ്ടായ സമയത്ത് ഇതെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. കുറ്റങ്ങളും തെറ്റുകളും ആരൊക്കെയാണ് എന്തൊക്കെ കള്ളത്തനം കാണിച്ചിട്ടുണ്ടെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മുഖ്യമന്ത്രി വന്ന നവകേരള സദസ്സിലെ മുഖ്യ അതിഥിയായി ഒരു വനിത ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവിടുത്തെ ടീച്ചറാണ്. അത്രയ്ക്ക് സ്വാധീനമുള്ളവർക്കെതിരെ നമ്മൾ എന്ത് പ്രതികരിക്കാൻ സാധിക്കും? ഇതാണ് വിഷയം. ഈ ഒറ്റ കാരണം കൊണ്ടാണ് പല ആൾക്കാരും മിണ്ടാതെയും പറയാൻ പറ്റാതെ മിണ്ടാതെയൊക്കെ ഇരുന്നത്. ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ആർക്കും ഒരു നടപടി എടുക്കാൻ സാധിക്കുന്നില്ല അവർക്കെതിരെ. അവർ ഇപ്പോൾ പറഞ്ഞു വിട്ടാൽ അതോടുകൂടി ഈ അഴിമതി എല്ലാം നശിക്കുകയാണ്.
ഇത്രയും ലക്ഷങ്ങൾ ഇവിടെ പോയി. അവരെ നിർത്തിക്കൊണ്ട് പകരം ടീച്ചറെ വയ്ക്കാൻ വേണ്ടി കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്. താൽക്കാലികമായ ഒരു ടീച്ചറെ ഏൽപ്പിക്കാനും അവരെ നിർത്തിക്കൊണ്ട് ഇത് അന്വേഷിക്കണം. പഞ്ചായത്തിന് സംയുക്തമായിട്ട് എല്ലാ മെമ്പർമാരും കൂടെ ചേർന്ന് ഒരു ആരോപണമല്ല, ഒരാശയം മുന്നോട്ട് വെച്ചു. ASനെ വിട്ട് ഇത് അന്വേഷിച്ച് റിപ്പോർട്ട് ഭരണസമിതിക്ക് നൽകുക. പഞ്ചായത്ത് സമിതിക്ക് ഇതിന്റെ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ തുടർ നടപടിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ കമ്മിറ്റി കഴിഞ്ഞതേ ഉള്ളൂ, മെനഞ്ഞാന്ന് കമ്മിറ്റി കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഏത് ലെവലിലായിരിക്കും അവർ? അപ്പോൾ അവരെ നമ്മൾ മുന്നോട്ട് സമര പരിപാടികളായിട്ട് മുമ്പോട്ട് പോകാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നതിന് ശേഷം ഞങ്ങൾ സമരപരിപാടിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇതിൽ മെമ്പർമാർ ഈ സമരപരിപാടിയായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇനി പിന്നോക്കമില്ല. കാരണം ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ സമരപരിപാടികളുമായി. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് BJP പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്കൂൾ അഴിമതിയും ക്രമക്കേടുകളും അന്വേഷിക്കണമെന്നും ടീച്ചറെയും ബസ് കരാറെടുത്ത ആളുടെയും ബഡ്സ് സ്കൂളിലെ ചെയ്തികളെയും ഇവരുടെ പണം ഉൾപ്പെടെ ഇടപാടുകളെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ വിഷയം പൊതുജനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമരപരിപാടികൾ നടത്തുമെന്നും പറഞ്ഞതോടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഭരണസമിതി ചുമതല നൽകിയിരിക്കുകയാണ്. ഇതിനിടെയാണ് കരാർ നൽകിയ ബസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിൻവലിച്ച് ഉടമ മുങ്ങിയത്. അതേസമയം നാളിതുവരെയുള്ള മുഴുവൻ രജിസ്റ്ററുകളും കണക്കുകളും രേഖകളും പരിശോധിച്ച് നഷ്ടപ്പെട്ട പണം ഇരുവരിൽ നിന്നും ഈടാക്കണമെന്നും വ്യാജ ബില്ലുകൾ ഉൾപ്പെടെ മാറിപ്പോയ സ്ഥിതിക്ക് പഞ്ചായത്തിലെ അന്വേഷണവും നടപടിയിലും തീരുമാനമാകില്ല എന്നും ബഡ്സ് സ്കൂൾ വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുമാണ് കോൺഗ്രസ് അംഗം കട്ടക്കോട് തങ്കച്ചൻ, BJP അംഗം ജിജിത്ത് എന്നിവർ ആവശ്യപ്പെടുന്നത്. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് എടുത്തു കാണിക്കാവുന്ന ഒരു സ്ഥാപനമായി മാറേണ്ടതാണ് ഈ ബഡ് സ്കൂൾ. ഈ ആരംഭം മുതൽ നന്നായി പോയതുമാണ്. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് ഈ ബഡ് സ്കൂൾ. പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും പഞ്ചായത്തിനോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിനൊരു പ്രശ്നവും വരില്ലായിരുന്നു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഇത് മാത്രമല്ല, മറ്റ് പല സ്ഥാപനങ്ങളും, നമ്മുടെ പട്ടോളത്ത് പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് ഉൾപ്പെടെ ഞങ്ങൾ ആരംഭം മുതൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആരംഭം മുതൽ ഇതിൽ പഞ്ചായത്തിനൊരു നിയന്ത്രണം വേണം എന്ന് പറയാറുണ്ട്. ഒരിക്കലും ഇതിന് ചില പുറത്തുള്ള ചില രാഷ്ട്രീയക്കാരുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രിക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എത്ര പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞാലും അതെല്ലാം ക്ലിയർ ചെയ്യാം, കണക്കുകൾ കാണിക്കാം. ഇതിൻ്റെ കണക്ക് പോലും പഞ്ചായത്തിൽ യഥാസമയം അവതരിപ്പിക്കാറോ പഞ്ചായത്തിൽ ജനപ്രതിനിധികൾക്കോ അറിയാൻ പറ്റുന്ന സാഹചര്യം. പിന്നെ അത് നമ്മളൊരു സമരമായി രംഗത്ത് വരാത്തത് ആ കുട്ടികളുടെ ഈ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിയാണ് നാളിതുവരെ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. വളരെ അഴിമതിയാണ് ഇതിനകത്ത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിനകത്ത് വലിയ അഴിമതി നടക്കുന്നുണ്ട്. ഒരു ഓഡിറ്റിംഗ് സംവിധാനം പഞ്ചായത്തുമായി ബന്ധപ്പെട്ടോ പഞ്ചായത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടോ ഒരു പരിശോധന ഇതിനകത്ത് നടക്കുന്നില്ല. എല്ലാം തോന്നുന്ന വഴിക്കാണ് ഇതിനകത്ത് നടക്കുന്നത്. ഞങ്ങളൊക്കെ പഞ്ചായത്ത് കമ്മിറ്റിയിലൊക്കെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അപ്പോൾ ചോദിക്കും പ്രതിപക്ഷത്തിൻ്റെ ഒക്കെ എന്ത് റോള് എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ വിഷയം ഉണ്ടാക്കി ഇവിടെ വന്ന് സമരമൊക്കെ വന്നാൽ ആ കുട്ടികളെ ബാധിക്കരുത് എന്ന് കരുതിയാണ് ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചത്. ഇനി ഞങ്ങൾ ശക്തമായ സമരമായി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും അഴിമതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ലേ, ഒരു ഗ്യാസ് കുറ്റിയെടുത്താൽ 2 മാസം 1 മാസം 2 മാസം ഒക്കെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും 2 കുറ്റിയുടെ കണക്കെഴുതുക. മാവേലി സ്റ്റോറിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ അതുപോലെ കണക്കിലധികം വാങ്ങുക. ആ സാധനം ഇവിടെ കാണില്ല, അത് വേറെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോവുക. ബില്ല് വരുമ്പോൾ പഞ്ചായത്തിൽ ബില്ല് കൊണ്ടുവരും, പലപ്പോഴും സാധനം ഇവിടെ കാണില്ല. പിന്നെ പച്ചക്കറി വാങ്ങുന്നതിൽ അതുപോലെ നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഒരു 200 രൂപയ്ക്ക് വാങ്ങിച്ച 200 രൂപയുടെ ഒരു കിറ്റ് വാങ്ങിച്ചാൽ 7 ദിവസം 8 ദിവസം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഈ കണക്കിൽ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കഴിഞ്ഞ കുറേ കാലമായി ഉള്ള ഓഡിറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. സ്കൂൾ പ്രവർത്തനം ഇനി തടസ്സപ്പെടില്ല എന്നും ഉടൻ തന്നെ ബസ് സൗകര്യം ഏർപ്പെടുത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ പറഞ്ഞു. സ്കൂള് ഇപ്പോൾ പഴയ നിലവാരത്തിൽ തന്നെ വീണ്ടും തുറന്നു പോകുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിനിടയ്ക്ക് നമ്മളിപ്പോൾ യാത്രാ സൗകര്യത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിലവിലുണ്ടായിരുന്ന വാഹനം
അപ്പോൾ അത് തുറന്ന് വരാനുള്ള ബുദ്ധിമുട്ട് വാഹനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. പുതിയ വാഹനം കണ്ടെത്തി തരാൻ പുള്ളിക്ക് കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് പകരം ഒരു വാഹനം ഇന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ വാഹനത്തിൽ തന്നെ കുട്ടികളെ എടുക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ന്യൂസ് ഫാക്ട്, തിരുവനന്തപുരം.